ഇടുക്കി ജില്ലയിലെ കോതമംഗലം മലയാറ്റൂർ റേഞ്ചിൽ മൃഗശല്യങ്ങൾ കൂടിക്കൂടി വരുന്നു. ആനകൾ പലരെയും ചവിട്ടിക്കൊല്ലുന്നു. ധാരാളം സംഭവങ്ങളാണ് ഈ റേഞ്ചുകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രിവെൻറ്റീവായിട്ട് ഒരു നടപടിയും ഫലവത്തായിട്ടില്ല ഇതുവരെ. ഇന്നലെ അവിടെ കുട്ടമ്പുഴയിലെ എൽദോസ് എന്ന ഒരു ചെറുപ്പക്കാരനെ രാത്രിയിൽ ആന റോഡിലിട്ട് ചവിട്ടി കൊന്നു. ആന അവിടുന്ന് മാറാതെ നിന്നു. അതിനുശേഷം ഡെഡ് ബോഡി എടുക്കാനായിട്ട് തന്നെ താമസം നേരിട്ടു. വെളുപ്പിന് 4:30 മണിക്ക് മാത്രമാണ് ഡെഡ് ബോഡി എടുക്കാൻ പറ്റിയത്. അതുവരെ ആന അതിൻ്റെ പരിസരത്ത് നിന്നിരുന്നു. ആ ഡെഡ് ബോഡി ഇപ്പം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കുട്ടമ്പുഴ പോലീസ് പോയി മറ്റു നടപടിക്രമം നടത്താനായിട്ട് ചെന്നിട്ടുമുണ്ട്. ഏതായാലും 9 മണിയോടുകൂടി ഇൻക്വസ്റ്റ് തയ്യാറാകും എന്ന് കരുതുന്നു. അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടക്കും. അതിനുശേഷം ഇന്ന് ഉച്ച കഴിഞ്ഞ് ഡെഡ് ബോഡി വിട്ടുകൊടുക്കുമെന്ന് ഞാൻ കരുതുന്നു. അതിദാരുണമായ ഒരു സംഭവമാണ് എൽദോസിൻ്റെ കാര്യത്തിൽ ഉണ്ടായത്. ഏതായാലും വനം വകുപ്പ് മന്ത്രി A.K. ശശീന്ദ്രൻ ധനസഹായം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സാധാരണ പ്രഖ്യാപിച്ചു കിട്ടിക്കഴിഞ്ഞാൽ അത് കൈവശം ചേരാൻ മാസക്കണക്കിന് എടുക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഫോറസ്റ്റിനോ സർക്കാരിനൊന്നും പണമില്ല. അതിൽ ഈ കാര്യത്തിൽ ഉടൻ തന്നെ ഇന്ന് തന്നെ പണം റിലീസ് ചെയ്യും എന്ന് ശശീന്ദ്രൻ മന്ത്രി പറയുന്നു. എന്തായാലും ധനസഹായം എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കണം. സാധാരണക്കാരായ ജനങ്ങളാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും അവിടുത്തെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുപോകാനൊക്കെ അവർക്ക് ചിലവുണ്ട്. വീട്ടിലെ അന്ത്യകർമ്മങ്ങൾ നടത്താനും ചിലവുണ്ട്. സാധുക്കളായ ആൾക്കാരെ ആന ഇങ്ങനെ ചവിട്ടിക്കൊന്നു കഴിയുമ്പോൾ മറ്റു പ്രശ്നങ്ങൾ വളരെയധികം രൂക്ഷമാണ് അവർക്ക്. അതുകൊണ്ട് ഈ കോതമംഗലം കുട്ടമ്പുഴയിലുണ്ടായ ഈ അപകടം എത്രയോ പേരെയായി ഇപ്പം ആ ഭാഗത്ത് ആ 2 റേഞ്ചിലും കാട്ടുമൃഗങ്ങൾ കൊല്ലുന്ന രംഗം നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കോതമംഗലത്തിനടുത്ത് ചെമ്പൻകുഴിയിൽ അവിടെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന ആൻമേരി എന്നൊരു കുട്ടിയെ, ആ കുട്ടിയും കുട്ടിയുടെ സുഹൃത്ത് ഒരു പയ്യൻ അൽത്താഫ് അബൂബക്കർ ബൈക്ക് സഞ്ചരിക്കുമ്പോൾ ആന കാടിൻ്റെ റോഡ് വക്കിൽ കണ്ട ഒരു പന പറിച്ച് വലിച്ചെറിഞ്ഞു. അത് ആ കുട്ടികൾ ഓടിച്ചിരുന്ന ബൈക്കിൻ്റെ പുറത്തേക്ക് വീണു. ആൻമേരി മരണമടഞ്ഞു. ആൻമേരി അവിടെ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടിയാണ്. എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടിയാണ്. പാലക്കാട്ടുകാരിയാണ്. ഇന്നലെ മൃതദേഹം പാലക്കാട്ട് കൊണ്ടുപോയി സംസ്കരിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. ഈ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് 2 മരണം നമ്മൾ കണ്ടു. ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് പണക്കുറവുണ്ട് എന്ന് തോന്നുന്നു. സർക്കാരിൻ്റെ കയ്യിൽ, ഫോറസ്റ്റ് മന്ത്രിയുടെ കയ്യിലും പണമില്ല. അതുകൊണ്ട് പല പ്രിവെൻറ്റീവ് നടപടികളും നടക്കാതെ വരുന്നതായിട്ട് അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ പ്രസ്താവനകൾ കണ്ടു. ഈ സംഭവ സ്ഥലത്ത് വഴിവിളക്ക് തൂക്കാനുള്ള നടപടികൾ എടുക്കുന്നുണ്ട്. അത് എത്രത്തോളം പ്രായോഗികമാണ് എന്ന് മനസ്സിലാകുന്നില്ല. വഴിവിളക്ക് എത്ര തൂക്കിയാലും ആന അതുപോലെയുള്ള മൃഗങ്ങൾ അത് ചവിട്ടിക്കളയും. നമുക്ക് ഇതുപോലെ ഒരു വഴിയുണ്ട്. കേരളത്തിൻ്റെ വടക്കറ്റം വയനാടിനടുത്ത് ഗൂഡല്ലൂർ മുതൽ മൈസൂർ വരെ വനത്തിന് നടുക്കൂടിയാണ് പോകുന്നത് ആ വാഹനങ്ങളെല്ലാം. പക്ഷേ രാത്രി കാലങ്ങളിൽ ഗൂഡല്ലൂർ മുതൽ മൈസൂർ വരെ യാത്ര അനുവദിക്കത്തില്ല. പകലും മൃഗങ്ങൾ ക്രോസ് ചെയ്യുന്നതും റോഡ് സൈഡിൽ നിന്ന് തീറ്റ തിന്നുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ആ റൂട്ടിൽ കൂടെ പലതവണ പോയിട്ടുണ്ട്. റോഡിൻ്റെ ഇരുവശം അവിടെ തിക്കായ വനമാണ്. കാട്ടുപന്നികളും മാനുകളൊക്കെ റോഡിൻ്റെ സൈഡിൽ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. അവിടെ കടുവയുണ്ട്, പുലിയുണ്ട്, ആനയുണ്ട്. അതൊക്കെ പല സന്ദർഭം രാത്രി മുഴുവൻ റോഡ് സൈഡിലൊക്കെ കാണാം. അതുകൊണ്ട് രാത്രി 8 മണിക്ക് ശേഷം എനിക്ക് തോന്നുന്നു വൈകിട്ടായി കഴിഞ്ഞാൽ രാവിലെ വരെ ആ വഴി വാഹനങ്ങൾ ഓടിക്കാനോ യാത്ര ചെയ്യാനും ഫോറസ്റ്റുകാർ അനുവദിക്കുന്നില്ല. ഇവിടെ ഈ കുട്ടമ്പുഴ ഏരിയയിൽ, നമ്മുടെ കോതമംഗലം റേഞ്ചിൽ, അവിടെ ആനശല്യം വളരെ രൂക്ഷമാണ്. പൈനാവ് മുതൽ ആ കോതമംഗലം വരെ പോകുന്ന വഴികളിൽ തിക്ക് ഫോറസ്റ്റുകളാണ് ധാരാളം. വീടുകൾ വളരെ വിജനമാണ്. എങ്കിലും ഫോറസ്റ്റിനടുത്ത് ധാരാളം വീടുകൾ പല സ്ഥലത്തും ഒറ്റപ്പെട്ട് കാണുന്നുണ്ട്. ഈ വഴിയുള്ള യാത്ര അത്ര സുഖകരമല്ല. അത് എത്ര പോയാലും ശരി, ആ വന്യമൃഗങ്ങളുടെ സങ്കേതം അവിടെ കൂടുതലാണ്. അതുകൊണ്ട് ഇന്നും അത്
ഒരു ഫോറസ്റ്റ് നേച്ചറിലാണ്. ആ റോഡിൻ്റെ ഇരുവശവും നമ്മൾ കണ്ടാൽ ഭയം തോന്നും. അത്ര തിക്ക് ഫോറസ്റ്റാണ് അവിടെ. പകലും സൂര്യപ്രകാശം അവിടെ അങ്ങോട്ട് ഇറങ്ങാൻ, റോഡിൽ ഇറങ്ങാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഫോറസ്റ്റ് കുറച്ചുകൂടെ ബുദ്ധിപൂർവമായ കാര്യങ്ങൾ ഇവിടെ നീക്കണം. ഇപ്പോൾ അവിടെ വഴിവിളക്ക് ഉണ്ടാക്കാൻ അത് പരാജയപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത്. ട്രെഞ്ച് കുഴിക്കാനുള്ള നടപടികൾ അതിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അത് ഫോറസ്റ്റ് വഴിത്താരയുണ്ട്. ആ റോഡ് ക്രോസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ പല വഴിത്താരകളുമുണ്ട്. ആ വഴിത്താര അടയ്ക്കാതെ യഥേഷ്ടം ആനകൾക്ക് ആ വഴി പോകാൻ അത് അതിലെ തന്നെ അങ്ങ് പൊക്കോളും. അല്ലാതെ വഴിത്താരകൾ അടച്ച് അവിടെ ലോറി കൊണ്ട് തടി കയറ്റാനും മറ്റേതിനൊക്കെ പോകുമ്പം അവർ സാധാരണ പോകുന്ന വഴിത്താരകൾ അടഞ്ഞു പോയാൽ മറ്റു മാർഗങ്ങൾ നോക്കും. റോഡ് ക്രോസ് ചെയ്യാതിരിക്കാൻ ഒക്കില്ല. അത് ആനയ്ക്ക് മറ്റു മൃഗങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും റോഡ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇവിടെ ഒരു പ്രത്യേക സമയത്ത് ഈ ഏരിയയിൽ യാത്ര നിരോധിക്കണം എന്നാണ് പറയുന്നത്. നാട്ടുകാർക്ക് വലിയ എതിർപ്പുണ്ടാവും, പക്ഷെ നമുക്ക് മനുഷ്യരുടെ ജീവൻ രക്ഷപ്പെടുത്തണം. അതുകൊണ്ട് രാത്രിയിൽ 12-ന് ശേഷം 4 വരെയോ അല്ലെങ്കിൽ അത് ഫോറസ്റ്റുകാരുടെ പഞ്ചായത്തുകാരും നാട്ടുകാരും തീരുമാനിച്ചിട്ട് ആ സമയത്ത് ഈ വഴി യാത്ര അനുവദിക്കാൻ പാടില്ല. കാരണം അപകടം ഇനിയും ഉണ്ടാവും. വനത്തിലെ മൃഗങ്ങളുടെ സംഖ്യകൾ പെരുകി വരികയാണ്. കാരണം ഓസ്ട്രേലിയയിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ ക്രമത്തിൽ കൂടുതൽ മൃഗങ്ങൾ കങ്കാരു, അവിടെ കങ്കാരുവാണ് ക്രമത്തിൽ കൂടുതൽ വളർന്നു വന്നു കഴിഞ്ഞാൽ വയലൻ്റ് ആയിട്ടുള്ള നേച്ചറുള്ള കങ്കാരുകൾ വളരെയധികം ആൾക്കാരെ അവിടെ കൊന്നതായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് കൂടുതലുള്ള ആ ഫോറസ്റ്റിൻ്റെ ഏരിയ അനുസരിച്ച് ഇത്ര കങ്കാരു ഉണ്ടാകാൻ പാടുള്ളൂ, അവർക്ക് ജീവിക്കാൻ അതേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതിനെ എല്ലാം എക്സ്കമ്മ്യൂണിക്കേറ്റ് അല്ലെങ്കിൽ കൊന്നൊടുക്കുന്ന കണ്ടിട്ടുണ്ട്. അതുപോലെയുള്ള നടപടികൾ കേരളത്തിലും സ്വീകരിക്കേണ്ടി വരും. ഇവിടെ പന്നികളെല്ലാം പെരുകി കൃഷികളെല്ലാം ആ ഫോറസ്റ്റിനടുത്ത് എല്ലാ കൃഷികളും നശിപ്പിക്കും നമ്മൾ കണ്ടിട്ടുണ്ട്. പന്നിയെ വെടിവെക്കാമെന്ന് ഇപ്പം പറയുന്നുണ്ട്. ഏതായാലും വെടിവെച്ചാൽ വലിയ ദൂഷ്യമില്ലാന്ന് തോന്നുന്നു. എങ്കിലും പന്നിയിറച്ചി അല്ലെങ്കിൽ കാട്ടിറച്ചികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കറി വെച്ചവർ ആ വീട്ടിൽ നിന്ന് കറി എടുത്തുകൊണ്ട് പോയി അവരെ അറസ്റ്റ് ചെയ്ത സംഭവങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ആ ഒരു സെക്യൂരിറ്റി പോലും മനുഷ്യജീവന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും അവിടെയുള്ള നാട്ടുകാരും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഔദ്യോഗിക തലത്തിൽ ഇരിക്കുന്നവരും പഞ്ചായത്തുകാരും മറ്റവരും അടിയന്തരമായി മനുഷ്യജീവന് പ്രാധാന്യം കൊടുക്കണം. അതോടൊപ്പം തന്നെ ഫോറസ്റ്റുകാർ ഈ പന്നിയുടെ ആക്രമണത്തിന് അതിനെ വെടിവെച്ച് നശിപ്പിക്കാനായിട്ട് അവരെ വിളിച്ച് എത്രയും പെട്ടെന്ന് കുറേയധികം പന്നികളെ കൊന്നൊടുക്കെങ്കിൽ മാത്രമേ കേരളത്തിൽ പന്നിശല്യം കുറയുള്ളൂ. കാരണം കേരളത്തിലെ ഇടുക്കി ജില്ലയിലും വയനാട് ജില്ലയിലും കണ്ണൂരിലും കാസർഗോഡ് ജില്ലയിലൊക്കെ കൊല്ലം ജില്ലയിലുമുണ്ട് കൂടുതലും കൃഷി വാഴക്കൃഷികളും അതുപോലെ കപ്പ കൃഷികളുമൊക്കെയാണ്. അത് ഒരെണ്ണം പോലും ഇപ്പം നാട്ടുകാർക്ക് ആ വാഴക്കൊല കിട്ടുന്നില്ല. അതിൻ്റെ തമിഴ്നാട്ടിൽ നിന്ന് ഇപ്പം വാഴക്കൊല കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ ഈ മൃഗശല്യം കൂടുതലാണ്. പന്നികൾ പെറ്റുപരികയോടുകൂടി വാഴക്കൃഷിയും കപ്പകൃഷിയും ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. കൃഷിമന്ത്രിയും അതുപോലെ തന്നെ ഫോറസ്റ്റ് മന്ത്രിയും ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വെടിവെച്ച് കൊല്ലാനുള്ള അനുമതി കൊടുക്കണം. ഫോറസ്റ്റുകാർ തന്നെ കൊന്നോട്ടെ, നാട്ടുകാർ കാണിച്ചു കൊടുക്കും. ഇന്ന് തന്നെ സ്ഥലത്ത് കൂടുതലാണെന്ന് പറഞ്ഞാൽ ഫോറസ്റ്റുകാർ വെടിവെച്ചോളൂ, നാട്ടുകാർ വെടിവെക്കണ്ട. അങ്ങനെയുള്ള സംവിധാനത്തിലോട്ട് കേരളം പോകണം. കാർഷിക കേരളമാണ്. ഇവിടെ കർഷകരാണ് ഭൂരിപക്ഷം. ഞങ്ങൾ 90% ആൾക്കാർ ഇന്നും കാർഷിക വൃത്തിയിലാണ് നിൽക്കുന്നത്. അവർക്ക് ജീവിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഈ റീസെൻ്റായ 2 മരണം നമ്മൾ കണ്ടു. കാരണം വഴി നടക്കാൻ പറ്റുന്നില്ല. ഫോറസ്റ്റ് ഈ കോതമംഗലം റേഞ്ചിലും ഈ അതുപോലെ അതിൻ്റെ അടുത്തുള്ള കുട്ടമ്പുഴ റേഞ്ചിലുമൊക്കെ ആൾക്കാർക്കിപ്പം രാത്രി വഴി കൂടെ നടക്കാൻ കഴിയില്ല. അത് ആ പീക്ക് അവേഴ്സ് നിരോധിക്കുക തന്നെ വേണം. അതുപോലെ തന്നെ ട്രെഞ്ച് കുഴിക്കാൻ പറ്റുന്നതെല്ലാം ട്രെഞ്ച് കുഴിക്കണം. ഹാങ്ങിങ് സോളാർ ഫെൻസിങ് തുടങ്ങിയിട്ടുണ്ട് പല സ്ഥലത്തും. അത് എത്രത്തോളം സക്സസ്ഫുൾ ആണ് എന്ന് നമുക്കറിയില്ല. എങ്കിലും കഴിവുള്ളത്തോളം ട്രെഞ്ചാണ് നല്ലത്. അതേ സമയത്ത് ആ വഴിത്താരകൾ ആനയും മറ്റു മൃഗങ്ങളും സാധാരണ സഞ്ചരിക്കുന്ന വഴിത്താര അടയ്ക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ കാര്യത്തിൽ അടിയന്തര ശ്രദ്ധ വേണം. കാരണം മനുഷ്യജീവൻ പലതും ദൈനംദിനം ഇപ്പം നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന കാഴ്ച കാണുകയാണ്. പല കുടുംബങ്ങളിലും കുട്ടികൾ 10, 20, 21 വയസ്സുള്ള കുട്ടികളൊക്കെയാണ് കൊല്ലപ്പെടുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗുഡല്ലൂർ മൈസൂർ റൂട്ടിൽ അതേപ്പറ്റി ഒന്ന് പഠിച്ച് ഈ കോതമംഗലം റേഞ്ചിലും കുട്ടമ്പുഴ റേഞ്ചിലും അതുപോലെ ഇടുക്കിയിലെ പല ഭാഗത്തും വയനാടിൻ്റെ ചില ഭാഗത്തും കണ്ണൂർ ഇങ്ങനെ രാത്രിയിലെ സഞ്ചാരം അവിടെ നിരോധിക്കണം. അഥവാ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അത് എമർജൻസി സമയത്ത് മരണമോ അതുപോലെയുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ
ഫോറസ്റ്റുകാരുടെ എസ്കോർട്ടോടു കൂടി സഞ്ചരിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തണം. അതുകൊണ്ട് ഭാവിയിൽ ഇതുപോലുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ, അത് മൃഗങ്ങളെ നമ്മൾ എവിടെയെങ്കിലും കോർണർ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അത് പ്രതിരോധിച്ചുകൊണ്ട് നടക്കില്ല. നമ്മൾ തന്നെ ഭൂരിപക്ഷം ആൾക്കാരും അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കാതെ നമ്മൾ അതിൽ നിന്ന് പിന്മാറി പോകണം എന്നാണ് എൻ്റെ അപേക്ഷ.